കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഞണ്ട് മസാലയാണ്. ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 300 ഗ്രാം ഞണ്ട് ക്ലീൻ ചെയ്തത്, 20 കൊച്ചുള്ളി, 1.5 സവാള, ഒരു തക്കാളിപ്പഴം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ കഷ്ണം പുളി, പിന്നെ കറിവേപ്പില, മല്ലിയില, പൊടി ഐറ്റംസ് 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി. നമുക്കിനി ഞണ്ട് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. ഇതിനകത്തേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ സവാള ഇടുന്നു. ഇതിലേക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ 1 കഷ്ണം ചെറിയ പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തത് മീനിനകത്ത് ഇടുന്ന പുളിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഞണ്ടിട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നമുക്കൊരു 7 തൊട്ട് 8 മിനിറ്റ് വരെ അടച്ചു വേവിക്കാം. നമ്മുടെ ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് വറക്കുന്നതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1.5 സ്പൂൺ തേങ്ങാക്കൊത്ത്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഇതിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം. സ്വാദിഷ്ടമായ ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് കപ്പ വേവിച്ചതിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം. ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ.